ഹായ് അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പയറ് കറിയാണ് കേട്ടോ. വയറ് നിറയെ ചോറുണ്ണാനായിട്ട് ഈ ഒരു കറി മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വൻപയറാണ് കേട്ടോ വേണ്ടത്. ഇത് ഞാൻ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പയറ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4 വിസിൽ വന്നതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. പയറ് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കണം. അത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പയറ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കറിക്ക് പയറ് നല്ലതുപോലെ വെന്തുടയണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു തവി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ സമയം സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ പീസ് കുടംപുളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ കറി പുളിച്ചാറാണ്. അപ്പം ഈ കുടംപുളി തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചൊഴിക്കുമ്പോൾ അതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് വെളുത്തുള്ളി വേണം. അപ്പോൾ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറിയിൽ വെളുത്തുള്ളിയുടെ അളവൊന്നും ഇല്ലാട്ട. വെളുത്തുള്ളി എത്രത്തോളം ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഈ പയറ് കറി കൂട്ടുന്ന സമയത്ത് ഇടയ്ക്ക് ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യാം. ചൂടാറുമ്പോൾ കറി നല്ലപോലെ കുറുകി വരും കേട്ടോ. ഇതെല്ലാം കുറച്ചുകൂടി ലൂസായിട്ട് കൂട്ടാനാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഈ കറിയിലേക്ക് താളിപ്പ് ചേർക്കാനുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. കറി നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ ഒരു കറി ഇരിക്കും തോറും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു രാവിലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ കഴിക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും കൂട്ടില്ല. ഈ ഒരു കറി മാത്രം മതി വയറ് നിറച്ച് ഉണ്ണാനായിട്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കണേ. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.